ഹലോ ഗൈസ്, മഹാലക്ഷ്മിയിൽ കല്യാണം പൊടിപൂരം നടക്കാൻ പോകുന്നു അല്ലേ കൂട്ടുകാരെ. നമ്മുടെ കണ്ണൻ ഏതരത്തെ ഒടുവിൽ മഞ്ജുവും മേഘനാഥനും കൂടി ഒരുമിക്കാൻ പോവുകയാണ്. അപ്പൊ ലാസ്റ്റ് ഇവരൊക്കെ ഓടിത്തൊരുങ്ങി ഇറങ്ങിയതിന് ശേഷം നമ്മുടെ കണ്ണൻ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നമ്മുടെ മഹാലക്ഷ്മിയും വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ ഒരു കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഇവരിങ്ങോട്ട് വരുന്നത് അല്ലേ. മിക്കവാറും നമ്മുടെ ആ ഒരു കല്യാണ ചടങ്ങിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞുവിടാനും സാധ്യതയുണ്ട്. നമ്മുടെ മഹാലക്ഷ്മി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടായിരുന്നു. പണ്ട് മഹാലക്ഷ്മി എല്ലാത്തിനും നമ്മുടെ കണ്ണനെ ഇങ്ങനെ പിന്തിരിപ്പിക്കുമായിരുന്നു. വേണ്ട കണ്ണേട്ടാ, കണ്ണേട്ടൻ്റെ അനിയത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിന്തിരിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ണൻ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, അതിനൊക്കെ ഒപ്പം തന്നെ നമ്മുടെ മഹാലക്ഷ്മിയും ഉണ്ട്. കാരണം അത്രയ്ക്കും ക്രൂരതയാണ്, അത്രയ്ക്കും ഒരു വിലയില്ലാതെ ആക്കി കളയുകയാണ് നമ്മുടെ കണ്ണൻ ഈ ഒരു കല്യാണം വഴി. കണ്ണൻ പറയുന്നതിന് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാതെയാണ് ഈ കല്യാണം നടത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കണ്ണൻ എന്ത് തീരുമാനിച്ചാൽ പോലും മഹാലക്ഷ്മി അതിനൊപ്പം തന്നെ ഉണ്ടാവും. ഈ കല്യാണം നടക്കരുതെന്ന് തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ തീരുമാനവും. മിക്കവാറും ഈ കല്യാണത്തിന്റെ ആൾക്കാരുടെ മുന്നിൽ വെച്ച്, കല്യാണത്തിന് വിളിച്ചുകൂട്ടിയ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മുടെ മഹാലക്ഷ്മിയോട് ചെയ്ത ആ ഒരു കൊള്ളരുതായ്മ എല്ലാവരോടും വിളിച്ചു പറഞ്ഞാലും മതിയാവും ഈ കല്യാണം മുടങ്ങി കിട്ടാനല്ലേ. അതറിഞ്ഞപ്പോൾ നമ്മുടെ മഞ്ജു തന്നെ വേണമെങ്കിൽ നമ്മുടെ മേഘനാഥന്റെ കർണത്തിട്ടൊന്ന് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും ചിലപ്പോൾ അല്ലേ കൂട്ടുകാരെ. വേറെ ഏത് പെണ്ണിന്റെ പുറകെ മേഘനാഥൻ നടന്നാലും മഞ്ജുവിനത് പ്രശ്നമായിരിക്കില്ല. പക്ഷെ മഹാലക്ഷ്മിയുടെ പുറകെ പോയിട്ടുണ്ട്, മഹാലക്ഷ്മി ഉമ്മ വയ്ക്കാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ മഞ്ജു പറഞ്ഞാൽ പിന്നെ തീർന്ന് അല്ലേ. കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.